ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്റർ ബികോം BBA അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2019 നടന്ന എക്സാമിൽ 14th ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോളോവിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ എ കൺസേൺ. കറണ്ട് റേഷ്യോ 3.5, liquid ratio 2.5, working capital 1 lakh. Find the value of current assets, current liabilities and value of inventory. റേഷ്യോ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കറിയാം ഡിഫറെൻറ്റ് റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 റേഷ്യോസാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്: കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും. ഈ 2 റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് പോരാത്തതിന് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh എന്നുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. ഈ 3 ഇൻഫോർമേഷൻ്റെ ബേസിൽ നമുക്ക് കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലാബിലിറ്റീസിൻ്റെയും ഇൻവെൻ്ററിൻ്റെയും വാല്യൂ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് എന്നറിയണം. നമുക്കറിയാം കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. അത് 3.5 ടൈംസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3.5 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ 3.5:1 എന്നുള്ളതാണ്. അതായത് കറണ്ട് ലാബിലിറ്റീസ് 1 ആകുമ്പോൾ കറണ്ട് അസറ്റ് 3.5 ആണ്. അതാണ് ആ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഈ റേഷ്യോസിനെ നമ്മൾ നമ്പേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ 3.5:1 എന്നുള്ളതിനെ നമ്പേഴ്സ് ആക്കി മാറ്റാൻ കറണ്ട് അസറ്റ്സ് 3.5x എന്നെടുക്കുക, കറണ്ട് ലാബിലിറ്റീസ് 1x എന്നെടുക്കുക. അതായത് റേഷ്യോനെ നമ്പേഴ്സ് ആക്കി മാറ്റാൻ ജസ്റ്റ് 2 നമ്പേഴ്സ് റേഷ്യോസിൻ്റെ കൂടെയും ഒരു വാരിയബിൾ, ഫോർ എക്സാമ്പിൾ എക്സ് എന്നുള്ള വാരിയബിൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാവുമ്പോൾ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ 3.5x എന്നും കറണ്ട് ലാബിലിറ്റീസിൻ്റെ വാല്യൂ 1x എന്നും എടുക്കാം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വർക്കിംഗ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ള ഇക്വേഷൻ എഴുതുക. വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh ആണ്. 1 lakh ഈക്വൽ ടു കറണ്ട് അസറ്റ് 3.5x മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആയിട്ടുള്ള 1x. സോ 1 lakh ഈസ് ഈക്വൽ ടു 3.5x മൈനസ് 1x എന്നുള്ള ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ 2.5x ഈസ് ഈക്വൽ ടു 1 lakh. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ കറണ്ട് അസറ്റ്സിൻ്റെ കറണ്ട് ലാബിലിറ്റീസിൻ്റെ വാല്യൂ അറിയാൻ കഴിയും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് 1 lakh ഡിവൈഡഡ് ബൈ 2.5 ചെയ്യുക. സോ എക്സ് ഈസ് ഈക്വൽ ടു 40,000. നമ്മൾ കറണ്ട് അസറ്റ്സ് 3.5x എന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1,40,000 കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസ് 1x ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 40,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ കറണ്ട് ലാബിലിറ്റീസിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വാല്യൂ ഓഫ് ഇൻവെൻ്ററി കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവെൻ്ററി കാണാൻ നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള ഹിൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. കാരണം ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ ആണ്. നമുക്കറിയാം ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് ഓർ ഇൻവെൻ്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറച്ചാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ ലിക്വിഡ് അസറ്റ്സ് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻ്ററിൻ്റെ വാല്യൂ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. സോ ആദ്യം നമ്മൾ ലിക്വിഡ് റേഷ്യോ എന്ന് ലിക്വിഡ് അസറ്റ് കണ്ടെത്തുകയാണ് വേണ്ടത്. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ടൈംസ്. 2.5 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ലിക്വിഡ് അസറ്റ് ഈസ് ടു കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് 2.5:1 എന്നുള്ള റേഷ്യോ ആണ്. അതായത് കറണ്ട് ലാബിലിറ്റീസ് 1 ആണെങ്കിൽ ലിക്വിഡ് അസറ്റ് 2.5 ആയിരിക്കും. സോ നമ്മളത് നമ്പേഴ്സ് ആക്കി മാറ്റാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിക്വിഡ് അസറ്റിന് 2.5x എന്നും കറണ്ട് ലാബിലിറ്റീസിന് 1x എന്നും എടുത്തു. കറണ്ട് ലാബിലിറ്റീസ് 40,000 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 1x എന്ന് പറയുന്നത് 40,000 ആണെങ്കിൽ ലിക്വിഡ് അസറ്റായിട്ടുള്ള 2.5x എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. അതായത് 2.5 ഇൻറ്റു 40,000. ഇനി നമുക്ക് ഈ ലിക്വിഡ് അസറ്റിൻ്റെയും കറണ്ട് അസറ്റിൻ്റെയും ഡിഫറൻസ് കണ്ടെത്തിയാൽ കിട്ടുന്നത് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെൻ്ററിൻ്റെ വാല്യൂ ആയിരിക്കും. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു, 1,40,000 ആണ്.
ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ 1 lakh ആണ്. സോ ദ ഡിഫറൻസ് 40,000 വിൽ ബി വാല്യൂ ഓഫ് ഇൻവെൻറ്ററി. സോ നമ്മൾ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ 1,40,000, കറണ്ട് ലാബിലിറ്റീസിൻ്റെ വാല്യൂ 40,000 ആൻഡ് ഇൻവെൻറ്ററി 40,000 എന്നുള്ള 3 ഫിഗേഴ്സും കണ്ടെത്തി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20th ക്വസ്റ്റ്യന് മറ്റൊരു പ്രോബ്ലം ആയിരുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഫ്രം ദ ഫോളോവിങ് കാൽക്കുലേറ്റ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ₹25,000, റിട്ടേൺസ് ഇൻവേർഡ് ₹1,000, ഡെപ്റ്റേഴ്സ് ₹3,000, ബിൽസ് റിസീവ്ഡ് ₹1,000. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സെയിൽസും സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. സോ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. സോ 25,000 മൈനസ് 1,000 ഈസ് ഈക്വൽ ടു 24,000. ദെൻ നമുക്ക് കാണേണ്ടത് ആവറേജ് റിസീവബിൾസ് ആണ്. ആവറേജ് റിസീവബിൾസ് എപ്പോഴും ആവറേജ് ഡെപ്റ്റേഴ്സിൻ്റെയും ആവറേജ് ബിൽസ് റിസീവബിൾസിൻ്റെയും സമ്മായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫിഗറേ തന്നിട്ടുള്ളൂ. അതായത് ആവറേജ് കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് തന്നിട്ടില്ല. ആവറേജ് ബിൽസ് റിസീവബിളും ആവറേജ് ഡെപ്റ്റേഴ്സും കാണാൻ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിൾസിൻ്റെയും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് തരാത്തത് കാരണം തന്നിട്ടുള്ള ഫിഗേഴ്സ് ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അത് രണ്ടും ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ആവറേജ് റിസീവബിൾസ് എമൗണ്ട് എടുത്താൽ മതി. സോ ആവറേജ് റിസീവബിൾസ് ഈസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3,000 പ്ലസ് 1,000 4,000. ഇപ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 24,000 കിട്ടി, ആവറേജ് റിസീവബിൾസ് 4,000 കിട്ടി. സോ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 24,000 ഡിവൈഡഡ് ബൈ 4,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ടൈംസ് എന്ന് കിട്ടും. Then next question, from the following data prepare a comparative income statement and comment on the profitability of concern. Then ഇവിടെ തന്നിട്ടുള്ളത് 2018ലെയും 2019ലെയും കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെറ്റ് സെയിൽസ് 2008 785, ദാറ്റ് മീൻസ് എമൗണ്ട്സ് ഇൻ 1000 ആണ് തന്നുള്ളത്. 7,85,000 ഉണ്ട്. 2019 9 lakh ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,50,000, 2019 5 lakhs. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 70,000, 72,000. സെല്ലിംഗ് എക്സ്പെൻസ് 80,000, 90,000. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പെയ്ഡ് 25,000 ആൻഡ് 30,000. ദെൻ ഇൻകം ടാക്സ് 70,000, 80,000. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള 2018ലെയും 2019ലെയും ഫിഗേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യുക. അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കാണിക്കുക. ഇൻക്രീസോ ഡിക്രീസ് ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയുണ്ട് എന്ന് കാണിക്കുക. ഇത്രയും നമുക്ക് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് 5 കോളംസ് കൊടുത്തിട്ട് ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം 2018, ദെൻ 2019, ദെൻ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറഞ്ഞിട്ട് ടാബിൾ വരയ്ക്കുക. ദെൻ നമുക്ക് തന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. വലിയ വ്യത്യാസമൊന്നും അവിടെ വരുന്നില്ല. ആദ്യം നമുക്ക് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നെറ്റ് സെയിൽസ് കാണിക്കുക. 2018 നെറ്റ് സെയിൽസ് 7,85,000 ആണ്. 2019 അത് 9 lakh ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം 1,15,000 ഇൻക്രീസ് ഉണ്ട്. ആ ഇൻക്രീസ് നമ്മൾ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോളത്തിൽ പ്ലസ് 1,15,000 എന്ന് കാണിക്കുക. ഇനി ഈ 1,15,000 2018 സെയിൽസ് ആയിട്ടുള്ള 7,85,000 എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് ലാസ്റ്റ് കോളത്തിൽ കാണിക്കേണ്ടത്. സോ 1,15,000 ഡിവൈഡഡ് ബൈ 7,85,000 ഇൻറ്റു 100 ചെയ്താൽ ഒരു ഫിഗർ കിട്ടും. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 15% ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ദെൻ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 2018 4,50,000, 2019 5 lakhs. ഈ 4,50,000 5 lakh ആയി എന്ന് കണ്ടാൽ നമുക്കറിയാം 50,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻക്രീസ് പ്ലസ് 50,000 എന്ന് പറഞ്ഞിട്ട് തേർഡ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു.
ദെൻ ലാസ്റ്റ് കോളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ്, അതായത് 50,000 4,50,000 എത്ര പെർസെൻറ്റേജ് ആണ്, അത് 11% കിട്ടും. ഇനി ഈ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. സോ 7,85,000 നിന്ന് 4,50,000 ഡിഡക്ട് ചെയ്താൽ കിട്ടുന്ന 3,35,000 ആയിരിക്കും 2018 ഗ്രോസ് പ്രോഫിറ്റ്. 2019 അതുപോലെ ചെയ്യണം. 9 ലാഖിൽ നിന്ന് 5 ലാഖ് ഡിഡക്ട് ചെയ്താൽ 4 ലാഖ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ 3,35,000 എന്ന് പറയുന്നത് 4 ലാക്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു 65,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ +65,000 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് 19% കാണിക്കുന്നു. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫസ്റ്റ് വൺ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 70,000 ആണ് 2018 2019 അത് 72,000 ആയിട്ടുണ്ട്. അത് 2,000 ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് അത് 9% ഓഫ് 70,000 ആണ്. അത് ലാസ്റ്റ് കോളത്തിൽ കാണിച്ചു. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള സെല്ലിംഗ് എക്സ്പെൻസ് 80,000 ആണ് 2018 അത് 90,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് 10,000 ഇൻക്രീസ് ഓഫ് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. അത് 13% വരുന്നത്. അത് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ എഴുതി. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഈ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൻ്റെയും സെല്ലിംഗ് എക്സ്പെൻസിൻ്റെയും സമ്മാണ്. അത് 1,50,000 ആണ് 2018 വരുന്നത്. 2019 അത് 1,62,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 12,000 ഇൻക്രീസ് ഉണ്ട്. അത് പെർസെൻറ്റേജ് ഫിഗർ ആക്കി മാറ്റുമ്പോൾ 8% എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. 2018 ഗ്രോസ് പ്രോഫിറ്റ് 3,35,000 ആണ്. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടോട്ടൽ 1,50,000 ഡിഡക്റ്റ് ചെയ്താൽ 1,85,000 എന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ 2019 ഗ്രോസ് പ്രോഫിറ്റ് 4 ലാഖ് ആണ്. അതിൽ നിന്ന് 2019 ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള 1,62,000 ഡിഡക്റ്റ് ചെയ്താൽ 2,38,000 കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2018 1,85,000 ആയിരുന്നു. അത് 2,38,000 ആയി എന്ന് പറയുമ്പോൾ 53,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 29%. അത് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ കാണിച്ചു. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പെയ്ഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് പെയ്ഡ് 2018 25,000 ആണ്. അത് 2019 30,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 5,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് +5,000 എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടു. 5,000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 20%. അത് ലാസ്റ്റ് കോളത്തിൽ കാണിച്ചു. ഇനി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1,85,000 നിന്ന് 25,000 ഡിഡക്റ്റ് ചെയ്താൽ 1,60,000 എന്ന് 2018 2,08,000 എന്നുള്ളത് 2019 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. 48,000 ഇൻക്രീസ് 2019 ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ +48,000 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൻ്റെ പെർസെൻറ്റേജ് +30 എന്ന് കാണിക്കുന്നു. ഇനി ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ള 1,60,000 നിന്ന് 70,000 ഡിഡക്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 90,000 എന്നുള്ള 2018 അതുപോലെ തന്നെ 2019 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ള 2,08,000 നിന്ന് 80,000 ടാക്സ് ഡിഡക്റ്റ് ചെയ്താൽ 1,28,000 എന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2019 കിട്ടും. ഇനി 2019 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,28,000 എന്ന് പറയുമ്പോൾ 90,000 നിന്ന് 38,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 42,000. ഇതാണ് നമ്മുടെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഈ കമൻറ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ക്വസ്റ്റ്യനിലുണ്ട്. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഫാക്റ്റാണ്. അതായത് നമ്മുടെ സെയിൽസിൽ 15% ഇൻക്രീസ് വന്നിട്ടുണ്ട്. സെയിൽസ് 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ 11% ഇൻക്രീസും വന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൽ വന്ന അത്രത്തോളം ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ വരാത്തത് കൊണ്ട് തന്നെ സെയിൽസിനുള്ളതിനേക്കാൾ ഇൻക്രീസ് പ്രോഫിറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് 15% സെയിൽസ് ഇൻക്രീസ് ചെയ്തപ്പോൾ
19% പ്രോഫിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 11% ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 29% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 8% ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് കൂടി ക്വസ്റ്റ്യൻ്റെ താഴെ എഴുതിയിട്ടാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 2019 നടന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് നടത്തിയ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.